വീട്ടിൽ തന്നെ ഈസി ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ്, അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഉള്ളിനീര് ഉപയോഗിക്കുക മുടികൊഴിച്ചിലിന് വേണ്ടിയിട്ട് എന്നുള്ളത്. ഒണിയൻ ജ്യൂസ് ഫോർ ഹെയർ ലോസ്. ഇതിന്റെ സയന്റിഫിക് വശങ്ങൾ എന്തൊക്കെയാണ്, അതിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, ദോഷങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ഫിബിൻ തൻവീർ, സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ആദ്യം ഉള്ളിനീര് കാരണമുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് മുടികൊഴിച്ചിലിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് നോക്കാം. ചില പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഉള്ളിനീരിന്റെ അകത്ത് ഒണിയൻ ജ്യൂസിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട്, റിച്ച് ആണ് സൾഫറിൽ. അത് കാരണം അത് ഹെയറിന്റെ കെരാറ്റിനെ ബെനിഫിറ്റ് ചെയ്യുന്നു. അതേപോലെ ചില ആന്റി ഓക്സിഡന്റ് മോളിക്യൂൾസ് ഉണ്ട്. ഇത് രോമകൂപങ്ങളിലുള്ള സ്ട്രെസ് കുറച്ചിട്ട് മുടി വളർത്താൻ സഹായിക്കും എന്നുള്ളത്. കുറച്ച് ആൾക്കാരിൽ കണ്ടക്ട് ചെയ്ത സ്റ്റഡീസിൽ അലോപേഷ്യ ഏരിയാറ്റ എന്ന് പറഞ്ഞിട്ട് വട്ടത്തിൽ മുടി പോകുന്ന കണ്ടീഷനിൽ ഉള്ളിനീര് ഉപയോഗിച്ചപ്പോൾ മുടി വളർച്ച ഉള്ളതായിട്ടും കാണപ്പെട്ടിട്ടുണ്ട്. ഈവൻ ചില കമേഴ്ഷ്യലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻസിലടക്കം ഈ ഉള്ളിയുടെ എക്സ്ട്രാക്ട് ഉപയോഗിച്ചിട്ട് ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മെഡിസിൻസ് അടക്കം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ഇതിന്റെ അർത്ഥം എല്ലാ മുടികൊഴിച്ചിലിനും നമുക്ക് ഉള്ളിനീര് യൂസ് ചെയ്താൽ മതി എന്നാണോ? അതിന് ദോഷവശങ്ങളൊന്നുമില്ല, വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു സാധനമല്ലേ, ഈസി ആയിട്ട് അത് ഉപയോഗിച്ചാൽ മതി എന്നാണോ? നമുക്ക് ഇതിന്റെ മറുവശം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഉള്ളിനീരിന്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ചിലർക്കൊക്കെ ഇതിനകത്ത് വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാവാം, തൊലി പൊള്ളൽ പോലെയൊക്കെ ഉണ്ടാവാം ഡയറക്ട്ലി ഉള്ളിനീര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതിന്റെ സ്മെല്ല് നമുക്ക് ഊഹിച്ചറിയാലോ, ഇതൊന്ന് തലയിൽ തേച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സ്മെല്ല് പോക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല, ഉള്ളിനീരിനെക്കാട്ടിലും എത്രയോ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ്, നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ മുടികൊഴിച്ചിലിന്റെ കാരണം എന്ത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം അത് ചികിത്സിക്കാൻ തുടങ്ങാൻ. ഇതൊക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സോ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഹോം റെമഡീസ് വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഒണിയൻ ജ്യൂസ് ട്രൈ ചെയ്തിട്ടുണ്ടോ ഹെയർ ലോസിന്? താഴെ കമന്റ് ബോക്സിൽ ഇടാം, നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം.